നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. റഷ്യൻ വിപ്ലവത്തെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഒരു പേരാണ് ലെനിൻ. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവായ ലെനിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ലെനിൻ. ചുവപ്പ് കാവൽ സേന രൂപവൽക്കരിച്ചത് ആരാണ്? ലെനിനാണ്. ചുവപ്പ് കാവൽ സേന രൂപവൽക്കരിച്ചത് ആരാണ്? ലെനിൻ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എങ്കിൽ കാലക്രമേണ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞതാരാണ്? ലെനിൻ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എങ്കിൽ കാലക്രമേണ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. സോവിയറ്റ് യൂണിയന്റെ സ്ഥാപകനാരാണ്? ലെനിനാണ്. സോവിയറ്റ് യൂണിയന്റെ സ്ഥാപകൻ. റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവാണ് ലെനിൻ. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലെനിനാണ്. എല്ലാ ശക്തിയും സോവിയറ്റുകൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ലെനിൻ. റഷ്യയിലെ ഒക്ടോബർ വിപ്ലവ കാലത്ത് ആരാണ് അധികാരം സോവിയറ്റുകൾക്ക്, അതായത് തൊഴിലാളി കൗൺസിലുകൾക്ക്, കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും എന്ന് ആഹ്വാനം ചെയ്തത് ലെനിനാണ്. റഷ്യയിലെ ഒക്ടോബർ വിപ്ലവ കാലത്ത് അധികാരം സോവിയറ്റുകൾക്ക്, കൃഷിഭൂമി കർഷകർക്ക്, ഭക്ഷണം പട്ടിണി കിടക്കുന്നവർക്ക്, സമാധാനം എല്ലാവർക്കും എന്ന് ആഹ്വാനം ചെയ്തത് ലെനിനാണ്. വിപ്ലവം അതിന്റെ ലക്ഷ്യം കാണണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ലെനിൻ. വിപ്ലവം അതിന്റെ ലക്ഷ്യം കാണണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ലെനിനാണ്. ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാണ് ലെനിൻ. ബോൾഷെവിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാണ് ലെനിൻ. ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്തത് ആരാണ്? ലെനിനാണ്. ബോൾഷെവിക് വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്തത് ലെനിനാണ്. അടുത്തത് നമ്മൾ ചൈനയുടെ വിപ്ലവം പഠിച്ചപ്പോൾ കേട്ടുപരിചയമുള്ള ഒരു പേരാണ് മാവോ സേതുങ്. ചൈനയിൽ പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച ഭരണാധികാരിയായ മാവോ സേതുങ്ങിനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. മാവോ സേതുങ്. ലോങ് മാർച്ച് നയിച്ചത് ആരാണ്? മാവോ സേതുങ്. ലോങ് മാർച്ച് നയിച്ചത് മാവോ സേതുങ്. റെഡ് ലിറ്റിൽ ബുക്ക് രചിച്ചത് ആരാണ്? മാവോ സേതുങ് ആണ്. റെഡ് ലിറ്റിൽ ബുക്ക് രചിച്ചത് മാവോ സേതുങ്. 100 പൂക്കൾ വിരിയട്ടെ, 1000 ചിന്താസരണികൾ പുലരട്ടെ എന്ന് പ്രസ്താവിച്ചത് ആരാണ്? മാവോ സേതുങ് ആണ്. 100 പൂക്കൾ വിരിയട്ടെ, 100 പൂക്കൾ വിരിയട്ടെ, 1000 ചിന്താസരണികൾ പുലരട്ടെ. അധികാരം പ്രവഹിക്കുന്നത് തോക്കിൻ കുഴലിലൂടെയാണ് എന്ന് പറഞ്ഞത് ആരാണ്? മാവോ സേതുങ് ആണ്. അധികാരം പ്രവഹിക്കുന്നത് തോക്കിൻ കുഴലിലൂടെയാണ് എന്ന് പറഞ്ഞത് മാവോ സേതുങ്. ജനകീയ ചൈന റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനാണ് മാവോ സേതുങ്. ചൈനയിൽ ചുവപ്പ് സേന രൂപവൽക്കരിച്ചത് മാവോ സേതുങ് ആണ്. ചൈനയിൽ ചുവപ്പ് സേന രൂപവൽക്കരിച്ചത് മാവോ സേതുങ്. ഗ്രേറ്റ് ലിപ്പ് ഫോർവേഡ് പദ്ധതി നയിച്ചതാരാണ്? മാവോ സേതുങ് ആണ്. ഗ്രേറ്റ് ലിപ്പ് ഫോർവേഡ് പദ്ധതി നയിച്ചത് മാവോ സേതുങ്. വിപ്ലവം ഒരു അത്താഴ വിരുന്നല്ല എന്ന് പ്രസ്താവിച്ചതാരാണ്? മാവോ സേതുങ് ആണ്. വിപ്ലവം ഒരു അത്താഴ വിരുന്നല്ല എന്ന് പ്രസ്താവിച്ചത് മാവോ സേതുങ്. ചൈനയിൽ പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച ഭരണാധികാരിയാണ് മാവോ സേതുങ്. ചൈനയിൽ പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച ഭരണാധികാരിയാണ് മാവോ സേതുങ്. അടുത്തത് നമുക്ക് ലോക മഹായുദ്ധങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. ലോക മഹായുദ്ധങ്ങൾ. രണ്ടാം ലോക മഹായുദ്ധത്തിനൊടുവിൽ എതിരാളികൾ പിടികൂടി തൊലി ഉരിച്ച് കൊലപ്പെടുത്തിയത് ആരെയാണ്? ബെനിറ്റോ മുസോളിനി. രണ്ടാം ലോക മഹായുദ്ധത്തിനൊടുവിൽ എതിരാളികൾ പിടികൂടി തൊലിയുരിച്ച് കൊലപ്പെടുത്തിയത് ബെനിറ്റോ മുസോളിനിയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോൽവി സമ്മതിച്ച ജപ്പാൻ സഖ്യകക്ഷികളുമായി ഉടമ്പടിയിൽ ഒപ്പിട്ടതെന്നാണ്? 1945 സെപ്റ്റംബർ 2. രണ്ടാം ലോക മഹായുദ്ധത്തിൽ തോൽവി സമ്മതിച്ച ജപ്പാൻ സഖ്യകക്ഷികളുമായി ഉടമ്പടിയിൽ ഒപ്പിട്ടത് 1945 സെപ്റ്റംബർ 2-നാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർവേ ഡിബേറ്റിന്റെ പരിണിത ഫലമായി രാജിവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് നെവിൽ ചേംബർലൈൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർവേ ഡിബേറ്റിന്റെ പരിണിത ഫലമായി രാജിവെച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് നെവിൽ ചേംബർലൈൻ.
രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ക്ലെമന്റ് ആറ്റ്ലി. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം 1945 സെപ്റ്റംബർ 2 ജപ്പാൻ ഏത് അമേരിക്കൻ ജനറലിന് മുന്നിലാണ് കീഴടങ്ങിയത്? ഡഗ്ലസ് മാക് ആർതർ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം 1945 സെപ്റ്റംബർ 2 ജപ്പാൻ ഡഗ്ലസ് മാക് ആർതർ എന്ന അമേരിക്കൻ ജനറലിന് മുന്നിലാണ് കീഴടങ്ങിയത്. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് ഏത് ചരിത്രകാരനാണ്? HG വെൽസ്. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞത് HG വെൽസ് എന്ന ചരിത്രകാരനാണ്. ഓസ്ട്രിയ ഹംഗറി എന്നിവ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതിന് കാരണമായ ഉടമ്പടിയാണ് സെന്റ് ജർമ്മൻ ഉടമ്പടി. ഓസ്ട്രിയ ഹംഗറി എന്നിവ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുന്നതിന് കാരണമായ ഉടമ്പടിയാണ് സെന്റ് ജർമ്മൻ ഉടമ്പടി. 1945 ഏപ്രിൽ 28 മുസോളിനിക്കൊപ്പം വധിക്കപ്പെട്ട വെപ്പാട്ടിയാണ് ക്ലാര പെറ്റാച്ചി. 1945 ഏപ്രിൽ 28 മുസോളിനിക്കൊപ്പം വധിക്കപ്പെട്ട വെപ്പാട്ടിയാണ് ക്ലാര പെറ്റാച്ചി. അണുബോംബാക്രമണത്തിന് വിധേയമായ ആദ്യ രാജ്യമാണ് ജപ്പാൻ. അണുബോംബാക്രമണത്തിന് വിധേയമായ ആദ്യ രാജ്യമാണ് ജപ്പാൻ. ഓസ്ട്രിയയുടെ ചില പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ചെക്കോസ്ലോവക്യ, യുഗോസ്ലോവ എന്നീ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കിയത് ഏത് ഉടമ്പടി പ്രകാരമാണ്? സെന്റ് ജർമ്മൻ ഉടമ്പടി. ഓസ്ട്രിയയുടെ ചില പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ചെക്കോസ്ലോവാക്യ, യുഗോസ്ലാവ്യ എന്നീ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കിയത് ഏത് ഉടമ്പടി പ്രകാരമാണ്? സെന്റ് ജർമ്മൻ ഉടമ്പടി. ഓസ്ട്രിയയുടെ ചില പ്രദേശങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ചെക്കോസ്ലോവാക്യ, യുഗോസ്ലാവ്യ എന്നീ പുതിയ രാജ്യങ്ങൾ ഉണ്ടാക്കിയത് സെന്റ് ജർമ്മൻ ഉടമ്പടി പ്രകാരമാണ്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച രാഷ്ട്രതന്ത്രജ്ഞനാര്? വുഡ്രോ വിൽസൺ. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനുള്ള യുദ്ധം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തെ വിശേഷിപ്പിച്ച രാഷ്ട്രതന്ത്രജ്ഞനാര്? വുഡ്രോ വിൽസൺ. 1920 ജൂണിലെ ട്രയാനൻ ഉടമ്പടി പ്രകാരം ട്രാൻസിൽവാനിയ പ്രദേശം ഏത് രാജ്യത്തിനാണ് ഹംഗറി വിട്ടു നൽകിയത്? റൊമേനിയ. 1920 ജൂണിലെ ട്രയാനൻ ഉടമ്പടി പ്രകാരം ട്രാൻസിൽവാനിയ എന്ന പ്രദേശം റൊമേനിയ എന്ന രാജ്യത്തിനാണ് ഹംഗറി വിട്ടു നൽകിയത്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ട്രൂമാൻ ഡോക്ട്രിൻ എന്ന വിദേശ നയം പ്രഖ്യാപിച്ച രാജ്യമാണ് USA. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ട്രൂമാൻ ഡോക്ട്രിൻ എന്ന വിദേശ നയം പ്രഖ്യാപിച്ച രാജ്യമാണ് USA. ആൻ ഫ്രാങ്കിന്റെ ഡയറി ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് കാരണമായ വനിതയാണ് മീപ് ഗീസ്. ആൻ ഫ്രാങ്കിന്റെ ഡയറി ലോക ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് കാരണമായ വനിതയാണ് മീപ് ഗീസ്. ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റാണ് പോൾ ഡിബറ്റ്സ്. ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റാണ് പോൾ ഡിബറ്റ്സ്. ഏത് ഉടമ്പടിയിലൂടെയാണ് ആഫ്രിക്കയിലും മധ്യപൂർവ്വദേശത്തുമുള്ള എല്ലാ അവകാശങ്ങളും തുർക്കിക്ക് നഷ്ടമായത്? സെവർ ഉടമ്പടി. 1920 ഓഗസ്റ്റിലെ സെവർ ഉടമ്പടിയിലൂടെയാണ് ആഫ്രിക്കയിലും മധ്യപൂർവ്വദേശത്തുമുള്ള എല്ലാ അവകാശങ്ങളും തുർക്കിക്ക് നഷ്ടമായത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് ആറാമൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബ്രിട്ടീഷ് രാജാവാണ് ജോർജ് ആറാമൻ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 14 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആണ് വുഡ്രോ വിൽസൺ. ഒന്നാം ലോക മഹായുദ്ധം തുടരവെ ത്രികക്ഷി സഖ്യത്തിൽ നിന്ന് ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് കൂറുമാറിയ രാജ്യമാണ് ഇറ്റലി. ഒന്നാം ലോക മഹായുദ്ധം തുടരവെ ത്രികക്ഷി സഖ്യത്തിൽ ഉണ്ടായിരുന്ന ആള്, അതായത് ഇറ്റലി, ത്രികക്ഷി സഖ്യത്തിൽ നിന്ന് ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് കൂറുമാറിയ രാജ്യമാണ് ഇറ്റലി. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 സമാധാന സമ്മേളനം വിളിച്ചു ചേർത്തത് ഏത് നഗരത്തിലാണ്? പാരീസ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1919 സമാധാന സമ്മേളനം വിളിച്ചു ചേർത്തത് പാരീസ് നഗരത്തിലാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ടാങ്ക് ഉപയോഗിച്ച ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ.
ഒന്നാം ലോക മഹായുദ്ധത്തിൽ ടാങ്ക് ഉപയോഗിച്ച ആദ്യ രാജ്യമാണ് ബ്രിട്ടൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് നടന്ന പ്രസിദ്ധമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് നടന്ന പ്രസിദ്ധമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കാനിടയായ സംഭവമാണ് ലൂസിറ്റാനിയ സംഭവം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക പ്രവേശിക്കാനിടയായ സംഭവമാണ് 1915 ലൂസിറ്റാനിയ സംഭവം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുന്നതിന് കാരണമായ ഉടമ്പടിയാണ് ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുന്നതിന് കാരണമായ ഉടമ്പടിയാണ് ബ്രസ്റ്റ് ലിറ്റോവ്സ്ക് ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധ അവസാനം രൂപം നൽകിയ സമാധാന ഉടമ്പടിയുടെ രൂപരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? 14 പോയിന്റ്സ്. ഒന്നാം ലോക മഹായുദ്ധ അവസാനം രൂപം നൽകിയ സമാധാന ഉടമ്പടിയുടെ രൂപരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് 14 പോയിന്റ്സ് ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ യു ബോട്ടുകൾ ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി. ഒന്നാം ലോക മഹായുദ്ധത്തിൽ യു ബോട്ടുകൾ ഉപയോഗിച്ച രാജ്യമാണ് ജർമ്മനി. നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റ് 9 ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റാണ് ചാൾസ് സ്വീനി. നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റ് 9 ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പൈലറ്റാണ് ചാൾസ് സ്വീനി. രണ്ട് ലോക മഹായുദ്ധങ്ങളും പരാജയപ്പെട്ട രാജ്യമാണ് ജർമ്മനി. രണ്ട് ലോക മഹായുദ്ധങ്ങളിലും പരാജയപ്പെട്ട രാജ്യമാണ് ജർമ്മനി. ലോക മഹായുദ്ധങ്ങളുടെ ബാക്കി ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സൈമൺ ബോളിവറെ കുറിച്ച് നോക്കാം. സൈമൺ ബോളിവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സൈമൺ ബൊളിവറെയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവറെയാണ്. സൈമൺ ബൊളിവർ ജനിച്ച രാജ്യമാണ് വെനിസ്വേല. സൈമൺ ബൊളിവർ ജനിച്ച രാജ്യമാണ് വെനിസ്വേല. സൈമൺ ബൊളിവർ അന്തരിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ്? കൊളംബിയ. സൈമൺ ബൊളിവർ അന്തരിച്ചത് കൊളംബിയ രാജ്യത്ത് വെച്ചാണ്. മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവറെയാണ്. മഹാനായ വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവർ. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവറെയാണ്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെട്ടത് സൈമൺ ബൊളിവറെയാണ്. വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളെ സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചതാര്? സൈമൺ ബൊളിവർ. വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു എന്നീ രാജ്യങ്ങളെ സ്പാനിഷ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചതാരാണ്? സൈമൺ ബൊളിവർ. നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റ് 9 ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരാണ് ബോക്സിക്കാർ. നാഗസാക്കിയിൽ 1945 ഓഗസ്റ്റ് 9 ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരാണ് ബോക്സ്കാർ. ജപ്പാനിൽ ബോംബിടാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഹാരി എസ് ട്രൂമാൻ. ജപ്പാനിൽ ബോംബിടാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഹാരി എസ് ട്രൂമാൻ. ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരാണ് ഇനോല ഗേ. ഹിരോഷിമയിൽ 1945 ഓഗസ്റ്റ് 6 ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരാണ് ഇനോല ഗേ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചെങ്കിലും 1940 ജർമ്മനി ആക്രമിച്ച രാജ്യമാണ് നോർവേ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിഷ്പക്ഷത പാലിച്ചെങ്കിലും 1940 ജർമ്മനി ആക്രമിച്ച രാജ്യമാണ് നോർവേ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ശതമാനം മരണം സംഭവിച്ച രാജ്യമാണ് പോളണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏറ്റവും കൂടുതൽ ശതമാനം മരണം സംഭവിച്ച രാജ്യമാണ് പോളണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ ജപ്പാൻ പ്രീമിയർ ആരാണ്? ഹിഡേക്കി ഡോൻജോ. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ പ്രീമിയർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരാണ്? ഹിഡേക്കി ഡോൻജോ. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ വധം നടന്നതെന്നാണ്? 1914 ജൂൺ 28. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായ ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ വധം നടന്നത് 1914 ജൂൺ 28.
ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ വധത്തിൽ സെർബിയയ്ക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതെന്നാണ് 1914 ജൂലൈ 28. ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡിന്റെ വധത്തിൽ സെർബിയയ്ക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രിയ സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് 1914 ജൂലൈ 28. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ചേരി അറിയപ്പെടുന്ന പേരാണ് സഖ്യശക്തികൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ചേരി അറിയപ്പെടുന്ന പേരാണ് സഖ്യശക്തികൾ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ വധമായിരുന്നു. അദ്ദേഹം ഏത് രാജ്യത്തിന്റെ കിരീടാവകാശിയായിരുന്നു? ഓസ്ട്രിയ. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളൊന്ന് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ വധമായിരുന്നു. അദ്ദേഹം ഓസ്ട്രിയ രാജ്യത്തിന്റെ കിരീടാവകാശിയായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന സംഭവമാണ് സ്പാനിഷ് കലാപം. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഡ്രസ് റിഹേഴ്സൽ എന്നറിയപ്പെടുന്ന സംഭവമാണ് സ്പാനിഷ് കലാപം. ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമായ ഏത് ചലച്ചിത്രത്തിന്റെ പ്രിന്റുകളാണ് നാസികൾ നശിപ്പിച്ചെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടത്? ദ ഗ്രാൻഡ് ഇല്യൂഷൻ. ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമായ ദ ഗ്രാൻഡ് ഇല്യൂഷൻ ചലച്ചിത്രത്തിന്റെ പ്രിന്റുകളാണ് നാസികൾ നശിപ്പിച്ചെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആണ്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് നെവിൽ ചാംബർലൈൻ ആണ്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് നെവിൽ ചാംബർലൈൻ ആണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി, ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം എന്നിവ ഉൾപ്പെടുന്ന ചേരി അറിയപ്പെടുന്ന പേരാണ് കേന്ദ്രീയ ശക്തികൾ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഓസ്ട്രിയ ഹംഗറി, ജർമ്മനി, ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം എന്നിവ ഉൾപ്പെടുന്ന ചേരി അറിയപ്പെടുന്ന പേരാണ് കേന്ദ്രീയ ശക്തികൾ. ജർമ്മനിയെ രണ്ടായി വിഭജിച്ചത് ഏത് യുദ്ധാനന്തരമാണ്? രണ്ടാം ലോക മഹായുദ്ധം. ജർമ്മനിയെ രണ്ടായി വിഭജിച്ചത് രണ്ടാം ലോക മഹായുദ്ധാനന്തരമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ സോവിയറ്റ് വിജയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിൻ ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ സോവിയറ്റ് വിജയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിനെയാണ്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്തെ സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഫ്രഞ്ച് നയതന്ത്രജ്ഞനാണ് ജോസഫ് അവനോൾ. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്തെ സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഫ്രഞ്ച് നയതന്ത്രജ്ഞനാണ് ജോസഫ് അവനോൾ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടൻ ആക്രമിച്ച് കീഴടക്കാൻ നാസികൾ തയ്യാറാക്കിയ പദ്ധതിക്ക് നൽകിയ രഹസ്യ പേരാണ് ഓപ്പറേഷൻ സീ ലയൺ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടൻ ആക്രമിച്ച് കീഴടക്കാൻ നാസികൾ തയ്യാറാക്കിയ പദ്ധതിക്ക് നൽകിയ രഹസ്യ പേരാണ് ഓപ്പറേഷൻ സീ ലയൺ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി കീഴടങ്ങിയതെന്നാണ്? 1945 മെയ് 7. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി കീഴടങ്ങിയത് 1945 മെയ് 7-നാണ്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്തെ സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഐറിഷ് നയതന്ത്രജ്ഞനാണ് സീൻ ലെസ്റ്റർ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്തെ സർവ്വരാജ്യ സഖ്യത്തിന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന ഐറിഷ് നയതന്ത്രജ്ഞനാണ് സീൻ ലെസ്റ്റർ. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മനിയും സഖ്യകക്ഷികളും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേഴ്സായ്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ജർമ്മനിയും സഖ്യകക്ഷികളും ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേഴ്സായ്. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആണ്. ഒന്നാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ഹെർബർട്ട് ഹെൻറി ആസ്ക്വിത്ത് ആണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യശക്തികളുടെ പശ്ചിമ ഭാഗത്തെ സർവ്വ സൈന്യാധിപനായിരുന്നത് ഡ്വൈറ്റ് ഡി ഐസനോവർ ആണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യശക്തികളുടെ പശ്ചിമ ഭാഗത്തെ സർവ്വ സൈന്യാധിപനായിരുന്നത് ഡ്വൈറ്റ് ഡി ഐസനോവർ.
1939 സെപ്റ്റംബർ 1 പ്രാധാന്യം എന്താണ്? രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. 1939 സെപ്റ്റംബർ 1 പ്രാധാന്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. ഒന്നാം ലോക യുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ഇടവേള 21 വർഷമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ഇടവേള 21 വർഷമാണ്. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഏത് സൈനിക സഖ്യത്തിലായിരുന്നു ഇറ്റലി? ത്രികക്ഷി സഖ്യം. ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ത്രികക്ഷി സഖ്യത്തിലായിരുന്നു ഇറ്റലി. ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡ് വധിക്കപ്പെട്ടത് ഏത് നഗരത്തിൽ വെച്ചാണ്? സരാജെവോ. ആർച്ച് ഡ്യൂക്ക് ഫെർഡിനാൻഡ് വധിക്കപ്പെട്ടത് സരാജെവോ നഗരത്തിൽ വെച്ചാണ്. സരാജെവോ ഇപ്പോൾ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന. സരാജെവോ ഇപ്പോ ബോസ്നിയ ആൻഡ് ഹെർസിഗോവിന എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലത്ത് ജർമ്മൻ അധിനിവേശ നെതർലാൻഡ്സിലെ ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി US വ്യോമസേന ഭക്ഷണ വിതരണത്തിനായി നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ചൗഹൗഡ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലത്ത് ജർമ്മൻ അധിനിവേശ നെതർലാൻഡ്സിലെ ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി US വ്യോമസേന ഭക്ഷണ വിതരണത്തിനായി നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ചൗഹൗഡ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് റഷ്യ കീഴടക്കാനായി 1941 അച്ചുതണ്ട് ശക്തികൾ രൂപം നൽകിയ രഹസ്യ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബാർബറോസ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് റഷ്യ കീഴടക്കാനായി 1941 അച്ചുതണ്ട് ശക്തികൾ രൂപം നൽകിയ രഹസ്യ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ ബാർബറോസ. രണ്ടാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിനുള്ള അമേരിക്കൻ സാമ്പത്തിക സഹായം ഏത് പേരിൽ അറിയപ്പെടുന്നു? മാർഷൽ പദ്ധതി. രണ്ടാം ലോക മഹായുദ്ധാനന്തരം യൂറോപ്യൻ രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിനുള്ള അമേരിക്കൻ സാമ്പത്തിക സഹായം മാർഷൽ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പേൾ ഹാർബർ ആക്രമിച്ച രാജ്യമാണ് ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പേൾ ഹാർബർ ആക്രമിച്ച രാജ്യമാണ് ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായ ഓഷ്വിറ്റ്സ് ഏത് രാജ്യത്താണ്? പോളണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസികൾ സ്ഥാപിച്ച ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പായ ഓഷ്വിറ്റ്സ് ഏത് രാജ്യത്താണ്? പോളണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ സോവിയറ്റ് വിജയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിൻ. നമ്മൾ പഠിച്ച പോയിന്റ് ആണ്. രണ്ടാം ലോക മഹായുദ്ധത്തിലെ സോവിയറ്റ് വിജയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിനെയാണ്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി 1945 സെപ്റ്റംബർ 2. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച തീയതി 1945 സെപ്റ്റംബർ 2. ഫാസിസത്തിന്റെ തത്വങ്ങൾ വിശദീകരിക്കുന്ന ഡോക്ട്രിൻ ഓഫ് ഫാസിസം എന്ന കൃതിയുടെ രചയിതാക്കളാണ് ജിയോവന്നി ജെൻടൈൽ, ബെനിറ്റോ മുസോളിനി. ഫാസിസത്തിന്റെ തത്വങ്ങൾ വിശദീകരിക്കുന്ന ഡോക്ട്രിൻ ഓഫ് ഫാസിസം എന്ന കൃതിയുടെ രചയിതാക്കളാണ് ജിയോവന്നി ജെൻടൈൽ, ബെനിറ്റോ മുസോളിനി. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യകക്ഷികൾ സെന്റ് ജെയിംസ് പാലസ് പ്രഖ്യാപനം നടത്തിയതെന്നാണ്? 1941 ജൂൺ 12. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് സഖ്യകക്ഷികൾ സെന്റ് ജെയിംസ് പാലസ് പ്രഖ്യാപനം നടത്തിയത് 1941 ജൂൺ 12. ലണ്ടനിലാണ് സെന്റ് ജെയിംസ് പാലസ് കൊട്ടാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോകമഹായുദ്ധങ്ങളെ കുറിച്ചാണ് നോക്കിയത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൂർണ്ണമായിട്ടില്ല. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ്സിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.